പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോ സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം മറിയം സാധാരണ ഒരു സ്ത്രീ പോലെ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ വിലയില്ലാത്തതായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോ സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം മറിയം സാധാരണ ഒരു സ്ത്രീ പോലെ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ വിലയില്ലാത്തതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മയെന്നൊക്കെ വിളിക്കത്തില്ലേ. നമ്മളൊക്കെ പോലും നമ്മുടെ അമ്മമാരെ ഒരിക്കലും കയറി സ്ത്രീ എന്നൊന്നും വിളിക്കത്തില്ലല്ലോ, അതൊരു ബഹുമാനമില്ലാത്ത വാക്കല്ലേ. അപ്പൊ മറിയത്തെ കയറി ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും, അല്ലെങ്കിൽ യോഹന്നാൻ 2:4 കാനായിലെ കല്യാണത്തിനുമൊക്കെ സ്ത്രീ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ മറിയത്തിന് വിലയില്ലാത്തത് കൊണ്ടല്ലേ. ഇന്ന് വരെ ലോകത്ത് ആരെങ്കിലും ബോധമുള്ള അല്ലെ അമ്മേനെ ബഹുമാനിക്കുന്ന ആരെങ്കിലും സ്വന്തം അമ്മേനെ കയറി സ്ത്രീ എന്ന് വിളിക്കാറുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, ബൈബിളിനെ കുറിച്ച് നമ്മൾ ആഴത്തിലൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈശോ എന്തുകൊണ്ടാണ് മറിയത്തെ കയറി സ്ത്രീ എന്ന് വിളിക്കാൻ കാരണം? നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, ഈശോ എന്ന് പറയുന്നത് ദൈവമാണ്. ആ വചനമാകുന്ന യേശു മറിയത്തിന്റെ ഉദരത്തിലൂടെ മാംസം ധരിക്കപ്പെട്ടു എന്നുള്ളത് വലിയ സത്യമാണ്. നമുക്കറിയാം, നമ്മൾ കർത്താവിന്റെ മാലയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും പറഞ്ഞു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:1 നമ്മൾ പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു മറിയത്തിന്റെ ഉദരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ യേശു ദൈവം തന്നെയാണ്, ഒരു സംശയവുമില്ല. മറിയം ദൈവത്തിന്റെ മകളുമാണ്. നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇനി നമ്മൾ ഈ സ്ത്രീയെ കുറിച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതേം തോട്ടം മുതൽ വേണം പഠിക്കാൻ വേണ്ടി. എന്നാലേ നമ്മൾ മറിയം എന്താണ്, ഈശോ ഈ ഭൂമിയിൽ എന്താ ചെയ്തത്, ഈശോ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഏതേം തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ഹൗവ, അതാണ് ആദ്യത്തെ സ്ത്രീ. ആദത്തിന്റെ വാരിയല്ലൂരി സൃഷ്ടിച്ച ഹൗവയാകുന്ന സ്ത്രീ. ഈ സ്ത്രീ സാത്താനുമായിട്ട് സഹകരിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ തകർത്തു. നമുക്കറിയാം, ഉൽപ്പത്തി 3:3 ദൈവം പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം നിങ്ങൾ തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു, തിന്നരുതെന്നുള്ളത്. അവിടെ ഇഷ്ടം പോലെ വേറെ വൃക്ഷങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ദാരിദ്ര്യം ഉണ്ടായിട്ട് വന്ന് കഴിച്ചതൊന്നും അല്ലത്. ഇഷ്ടംപോലെ വൃക്ഷങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ വേണേ പറിച്ചു തിന്നാം. പക്ഷെ ഇതിന്റെ മാത്രം തിന്നരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. വേറെ പഴമുള്ള ഇഷ്ടം പോലെ നല്ല മധുരമുള്ളതും ഇഷ്ടമുള്ള നല്ല വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ അവിടെ ഉണ്ട്. അതൊന്നും അവർ കഴിക്കാതെ ഇത് തന്നെ വന്ന് കഴിക്കുക. നോക്കി, അപ്പൊ ആരെയാണ് അവർ കൂടുതൽ ബഹുമാനിച്ചത്? ആരുടെ ഇഷ്ടമാണ് അവർ അനുസരിച്ചത്? സാത്താൻ പറഞ്ഞപ്പോൾ ആ ഒരു മരത്തിന്റെ കാര്യം മാത്രമേ സാത്താൻ പറഞ്ഞുള്ളൂ. അത് തന്നെ പോയി അവരത് പറിച്ചു തിന്നു. പ്രിയമുള്ളവരെ, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം അവര് ലംഘിച്ചു, അല്ലെങ്കിൽ ദൈവേഷ്ടത്തോട് അവർ മറുതലിച്ചു, സാത്താന്റെ ഇഷ്ടത്തോട് അവർ സഹകരിച്ചു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി 3:15 പിതാവായ ദൈവം ഈ ആദ്യത്തെ സ്ത്രീയെ സാത്താൻ വഞ്ചിച്ചതുകൊണ്ട് പിതാവ് അവിടെ വെച്ച് വെല്ലുവിളിക്കുകയാണ് സാത്താനോട്. നമ്മളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, വാക്ക് മനസ്സിലാക്കുക. ഇവിടെ പിതാവ് പറയുന്നത് സാത്താനെ നീയും സ്ത്രീയും തമ്മിലും എന്നാണ്. കണ്ടോ, സാത്താനോട് പറഞ്ഞത് സാത്താനെ നീയും എൻ്റെ മോന്റെ അമ്മയും തമ്മിലെന്നല്ല പറയുന്നത്. അത് നസ്രത്തിൽ ജനിക്കാൻ പോകുന്ന മറിയത്തെ കണ്ടുകൊണ്ടാണ് പിതാവായി ദൈവം അന്നേ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്ത്രീ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക? പിതാവായി ദൈവം ഏതേൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ഈ ബൈബിളിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക. ബൈബിൾ എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രമാണ്. അപ്പം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പറുദീസായിൽ വെച്ച് തന്നെ സാത്താൻ ഹൗവയിലൂടെ നശിപ്പിച്ചു. ഇനിയും ഈ സ്ത്രീ എന്ന് പറയുന്നത് ഈശോ ഭൂമിയിൽ വന്നിട്ട് സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഈ രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കമാണ് ഉൽപ്പത്തി പുസ്തകം. അതിന്റെ അധ്യായം ഒന്നും നമ്മൾ നോക്കണ്ട. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, സാത്താനെ നീയും സ്ത്രീയും തമ്മിലും. ഇത് പിതാവായി ദൈവം സാത്താനോട് പറയുന്ന കാര്യമാണ്, വെല്ലുവിളിക്കുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി രക്ഷാകര ചരിത്രത്തിന്റെ ഒടുക്കമാണ് വെളിപാട് പുസ്തകം. 73 പുസ്തകമുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള ചിലർക്കൊന്നും അതില്ല. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴേക്കും മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ മറിയത്തെ കുറിച്ച് ആഴത്തിലൊന്ന് പഠിക്കാം. അപ്പൊ രക്ഷാകര ചരിത്രത്തിന്റെ ഒടുക്കത്തെ പുസ്തകമാണ് വെളിപാട്. അതിന്റെ 12:1 പറയുന്നുണ്ട്, സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. നമുക്കറിയാം, അത് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ചാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ രണ്ട് രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ആരുണ്ട്? സ്ത്രീയുണ്ട്. ഇനി ഈ രക്ഷാകര ചരിത്രത്തിലേക്ക് യഥാർത്ഥ രക്ഷകനായ യേശു തന്നെ കടന്നു വരികയാണ്.
അവിടെ യോഹന്നാൻ 2:4 ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു, കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ ഇവിടെ ഇടപെടുമ്പോൾ പരിശുദ്ധ അമ്മേനെ ഈശോ വിളിക്കുകയാണ്, സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്, എന്റെ സമയം ഇനി ആയിട്ടില്ല. അപ്പം രക്ഷാകര ചരിത്രത്തിന്റെ ആ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു കാനായിലെ കല്യാണത്തിൽ തന്നെ എന്ത് പറയുന്നു, സ്ത്രീ എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഈശോയുടെ പരസ്യത്തിന്റെ തുടക്കത്തിൽ ആരുണ്ട്? സ്ത്രീയുണ്ട്. നമ്മൾ ആ സ്ത്രീ എന്നുള്ള വാക്ക് മാത്രം എടുക്കുക. ഇനി ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ഒടുക്കമാണ് യോഹന്നാൻ 19:26 കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ കണ്ടുകൊണ്ട്, ഈശോയുടെ അമ്മയെ കണ്ടുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഈശോ വിളിക്കുന്നു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി തകർത്ത സാത്താൻ ആരിലൂടെയാണ്? ഒരു സ്ത്രീയിലൂടെയാണ്. അതാരാണ്? ഹവ്വയിലൂടെയാണ്. എന്നാൽ ഈ ദൈവം ഈ രക്ഷാകര പദ്ധതിയെ എന്ത് ചെയ്യാണ്? വീണ്ടും ദൈവത്തിന്റെ ആ പദ്ധതിയെ മുഴുവൻ വീണ്ടും സാത്താന്റെ തല തകർക്കാൻ വേണ്ടി മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുക്കുകയാണ്. ഈ സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. എന്ന് വെച്ചാൽ, അതിന്റെ ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഹവ്വയിലൂടെ തകർത്തത്, സാത്താൻ തകർത്തത്, രണ്ടാമത്തെ ഹവ്വയായ, രണ്ടാമത്തെ സ്ത്രീയായ മറിയത്തിലൂടെ പിതാവ് തന്റെ രക്ഷാകര ചരിത്രം, അല്ലെങ്കിൽ പുത്രനായ യേശുവിലൂടെ ആ തുടങ്ങി വെച്ച രക്ഷാകര ചരിത്രം, ആ ചരിത്രത്തോട് അല്ലെങ്കിൽ ആ പദ്ധതിയോട് രണ്ടാമത്തെ ഹവ്വയാകുന്ന പരിശുദ്ധ കന്യകാമറിയം ആ ദൈവത്തോട് ചേർന്ന്, പുത്രനായ ദൈവത്തോട് ചേർന്ന് സഹകരിച്ചു, കൈകോർത്ത് നിന്നു, അല്ലെങ്കിൽ ഹവ്വയെ പോലെ മറുതലിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നോക്കുക പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും, ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ആരുണ്ട്? ഈ സ്ത്രീയുണ്ട്. ഇതുകൊണ്ടാണ് പിതാവായ ദൈവം പറുദീസയെ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഈശോ ഇവിടെ പറയുന്നത്. ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈശോ ദൈവമാണ്, ത്രിത്വത്തിലെ ഒരുവനാണ്, രണ്ടാമത്തെ ആളത്വമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈശോ അമ്മ എന്ന് വിളിക്കുന്നതും സ്ത്രീ എന്ന് വിളിക്കുന്നതും ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഏതേൻ തോട്ടത്തിൽ വെച്ച് പിതാവ് പറഞ്ഞ കാര്യം, ഇത് സാത്താന് വ്യക്തമായിട്ടറിയും ഈ വാക്ക്. കാരണം സാത്താൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എസെക്കിയേൽ 28:13 മുതലും യേശയ്യായുടെ പുസ്തകം 14:12 മുതലും വായിക്കുമ്പോൾ നമുക്കറിയാം, സ്വർഗത്തിൽ ആദ്യപാപം ചെയ്ത മാലാഖമാരാണ് ആരായി മാറിയത്? പിശാചുക്കളായി മാറിയത്. അതിലെ തലവനാണ് ലൂസിഫർ. ഈ ലൂസിഫറാണ് സാത്താൻ. ബാക്കിയുള്ള ഒരു കൂട്ടം മാലാഖമാരാണ് പിശാചുക്കൾ. അപ്പൊ ഇവര് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. ഈ മാലാഖയാണ്, ഈ ലൂസിഫറാണ് എവിടെ കയറിയത്? പറുദീസായി ദൈവത്തോടൊപ്പം കൈകോർത്ത് നടന്ന, തോളിൽ കൈയിട്ട് നടന്ന, അപ്പനെ മക്കളെ പോലെ നടന്ന ഈ ആദത്തിനെയും ഔവേനെയും ദൈവത്തിൽ നിന്ന് അകറ്റിയത്. ദൈവം ആദ്യമേ പറഞ്ഞു കൊടുത്തായിരുന്നു, 33:3 തിന്നരുതെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇഷ്ടംപോലെ പഴമുള്ള, നല്ല പഴമുള്ള ഒത്തിരി വൃക്ഷങ്ങൾ അവിടെയുണ്ട്, അത് ഏത് വേണേലും പറിച്ച് തിന്നാം. പക്ഷേ ഈ നടുവിലത്തെ മാത്രമേ തിന്നാൻ പാടില്ലാത്തതുകൊണ്ടായിരുന്നുള്ളൂ. എന്നാൽ നോക്കിക്കേ, സാത്താൻ വന്നിട്ട് പറഞ്ഞ ആ ഒറ്റ കാര്യം അത് തന്നെ അവർ ചെയ്തു. ഉണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഇഷ്ടം, മിസ് അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്, മരിയഭക്തനായ മിസ് അൽഫോൻസ് ലിഗോരി. ആദ്യപാപം എന്ന് പറയുന്നത് ദൈവേഷ്ടം നിറവേറ്റിയില്ല എന്നുള്ളതാണ്. എന്താണ് ദൈവേഷ്ടം? നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം തിന്നരുത് എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. എന്നാൽ സാത്താൻ ഹവ്വയിലൂടെ എന്ത് ചെയ്തു? അത് വഞ്ചിച്ചു, ദൈവത്തിന്റെ പദ്ധതിയെ തകർത്തു. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നത്. അതാണ് ലൂക്ക 1:38 ലൂക്ക 1:28 ഗബ്രിയേൽ മാലാഖ വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ എന്നൊക്കെ പറഞ്ഞ് മംഗളവാർത്ത അറിയിക്കുമ്പോൾ, അപ്പം അതിന് മറുപടിയായിട്ട് മറിയം പറയുന്ന വാക്കാണ് ലൂക്ക 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം. ഈശോ ഗെത്സമേൻ തോട്ടത്തിലും ഇത് തന്നെയാണ് പറയുന്നത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ആദമാണ് ഈശോ. നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കണം. ആ പറുദീസായിൽ സാത്താനോട് സഹകരിച്ചത് ആദ്യത്തെ ആദവും ഹവ്വയുമാണ്. ആദ്യത്തെ പുരുഷനും സ്ത്രീയും. എന്നാൽ രണ്ടാമത്തെ ആദവും ഹവ്വയും എന്ന് പറയുന്നത് യേശു ക്രിസ്തുവും പരിശുദ്ധ കന്യകാമറിയുമാണ്. ഇവരെ തമ്മിൽ താരതമ്യം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഈശോയും മാതാവും ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യത്തെ ആദവും ഹവ്വയും എന്തോ ദൈവ പദ്ധതിയോട്, പിതാവിന്റെ പദ്ധതിയോട് മറുതലിച്ചുവോ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പരിശുദ്ധ കന്യകാമറിയവും യേശുവും ചെയ്യുന്നത്. രണ്ടാമത്തെ ഹവ്വയായ മറിയവും യേശുവും. ഈശോ തന്നെ ഗെത്സമേൻ തോട്ടത്തിൽ എന്താ പറയുന്നത്? രക്തം വീർത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, കഴിയുമെങ്കിൽ ഇത് എടുത്തു മാറ്റണമെന്ന്. പക്ഷെ പിതാവ് അവിടെ മൈൻഡ് ചെയ്യുന്നില്ല. പിതാവ് ഒരു ദുഷ്ടനായിട്ടല്ല, കണ്ണീച്ചോര ഇല്ലാത്തവനായതുകൊണ്ടല്ല. പക്ഷെ എന്താണ്?
ഈ പദ്ധതി സാത്താനിലൂടെ വന്ന അല്ലെ ആദത്തിലൂടെ വന്ന ഈ പദ്ധതിയെ പറുദീസയിൽ വെച്ച് തകർക്കപ്പെട്ട് എന്ത് ചെയ്യണം? പറുദീസയിൽ നിന്ന് തുറക്കണമെങ്കിൽ, ഈ മനുഷ്യവർഗത്തെ പറുദീസയിലോട്ട് കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണം. പ്രിയമുള്ളവരെ, എത്രയോ സുഖകരമായ ഒരവസ്ഥയായിരുന്നു പറുദീസയിൽ. ഒരലച്ചിലില്ലായിരുന്നു, സഹനമില്ലായിരുന്നു, സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്ലൈമാക്സ്. അത്ര സ്വർഗത്തിന് തുല്യമായ അവസ്ഥ, ദൈവത്തോടൊപ്പം, ഒരു പാപമില്ലാത്ത ലോകം. എന്നിട്ട് പോലും ആദവും ഹവ്വയും ദൈവപദ്ധതിയോട് അങ്ങേയറ്റം മറുതലിച്ചു. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ജീവിക്കുന്നത് എവിടെയാണ്? പാപികൾ വസിക്കുന്ന, കൊടും പാപികൾ വസിക്കുന്ന, ധാർമ്മികത ഒന്നും തന്നെ ഇല്ലാത്ത, എല്ലാ അശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ ഈശോയോ ഗെത്സമേൻ തോട്ടത്തിൽ രക്തം ഉയർത്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോലും അവിടെ എന്താ ചെയ്യുന്നത്? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഈശോ രക്തം വിയർക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിത് മനസ്സിലാക്കി. ഇതാണ് ഈ സ്ത്രീ എന്ന് വിളിക്കാനുള്ള കാരണം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി രണ്ടാമത്തെ ആദവും ഹവ്വയും ചെയ്ത പരിപാടിയാണ്. അതിലെ മെയിൻ ആള് ഈ സ്ത്രീയാണ്. പിതാവായിരുന്നു 33:15 സ്ത്രീ. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മറിയത്തെക്കുറിച്ചുള്ള ഈ സ്ത്രീ എന്ന് ഈശോ വിളിച്ചതിന്റെ ആഴം മനസ്സിലാക്കി യഥാർത്ഥ മരീഭക്തിയിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം കാനായിൽ ഉണ്ടായതുപോലെ അത് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.